വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ പ്രിയങ്ക ഹരി. നമ്മളിന്ന് ഈ വീഡിയോയിൽ കുറച്ച് നമ്മളെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് HSA എന്നുള്ള ഒരു വലിയ നമ്മൾ സ്വപ്നം കാണുന്ന ആ ഒരു ജോലിയിലേക്ക് എത്താൻ നമ്മളെ പുറകോട്ട് വലിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെയാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഞാൻ ചുമ്മാ പറഞ്ഞു പോകുന്നതല്ല, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കൂടിയാണത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപാട് വീഡിയോസിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ആ ഒരു സംശയത്തിന് ഇനി ഇവിടെ ഒരു അവസരമില്ല. അതിൻ്റെ റീസണൊക്കെ നമ്മൾ കുറേ വീഡിയോസിൽ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആ സംശയം ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റുക. എന്നിട്ട് മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യം, ഡിഗ്രി BEd കേട്ടിട്ട് കാറ്റഗറി 3 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാവുന്ന അവസാനത്തെ HSA ആയിരിക്കും എന്നത് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ്റെ ലെവൽ കൂടുതൽ നന്നായിട്ട് തന്നെ കൊണ്ടുവരേണ്ട ഒരു സമയമാണ്. ഇനി നിങ്ങളെ പുറകോട്ട് വരുത്തുന്ന ഒരു കാര്യം, നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂഷനും ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്നത് മാത്രമല്ല അല്ലേ, നമുക്ക് ഒരുപാട് കേരളത്തിൽ ഇഷ്ടം പോലെ ഒരു കോച്ചിങ് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അവിടെ പലയിടത്തും നമ്മുടെ അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അറിവിൽ തന്നെ 3-4 സ്ഥാപനത്തെ ഒരുമിച്ച് കോഴ്സ് ചെയ്യുന്ന എത്രയോ കുട്ടികളുണ്ട്. കാരണം അവരുടെയൊക്കെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു സംശയമുണ്ട്. ഒന്നാമത്തെ കാര്യം അവിടുത്തെ സംശയമാണ്, എല്ലാവരും ഒന്നാണോ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം കണ്ടൻറ്റ് കിട്ടി എനിക്ക് നല്ലൊരു റാങ്കിലേക്ക് വരണം എന്നതൊക്കെയാണ്. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, 3-4 സ്ഥാപനത്തിൽ ചെന്ന് കോഴ്സ് എടുത്ത് പഠിച്ചാലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചിലപ്പോൾ PGയും BEdും നിങ്ങൾ റാങ്കോട് കൂടി തന്നെ പാസ്സായവരായിരിക്കും. എന്നിട്ട് പോലും കോഴ്സിൽ ജോയിൻ ചെയ്തൊരു 1 വീക്ക് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു തോന്നലാണ്, ഇത് നടക്കില്ല, ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം എന്താ, മലയാളം ടേംസ് വലിയ വില്ലനാണ്. ഏത് സബ്ജക്റ്റും ആവട്ടെ അല്ലേ, ഇംഗ്ലീഷ് മലയാളം ഒഴിവായി കിട്ടിയാൽ ബാക്കി സബ്ജക്റ്റുകൾ എടുക്കുമ്പം അവരൊക്കെ ഫേസ് ചെയ്യുന്നത് മലയാളത്തിലുള്ള ടേംസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ ഒരു മലയാളം ടേം പഠിക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു ഡിഗ്രി ലെവൽ എക്സാമിൽ നിങ്ങൾ എത്ര കോമ്പറ്റീഷൻ ആണോ ഒരു PSCയിൽ അനുഭവിക്കുന്നത് അതിനേക്കാളും എത്രത്തോളം കുറവായിരിക്കും നിങ്ങൾ ഇത്രയും എന്താ പറയുക കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ. ഇപ്പോൾ HSA മാത്സും സ്റ്റാറ്റിയും പഠിച്ചവർ മാത്രമേ ഉള്ളൂ അവിടെ കോമ്പറ്റീഷന്. HSA നാച്ചുറൽ സയൻസ്, സുവോളജി ബോട്ടണി പഠിച്ചവർ മാത്രം, ഹിസ്റ്ററി ജോഗ്രഫി പഠിച്ചവർ മാത്രം, അങ്ങനെ വളരെ കുറച്ച് കാൻഡിഡേറ്റ്സിൻ്റെ കൂടെയാണ് നിങ്ങൾ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അവരെല്ലാം ഈ പ്രശ്നത്തിലൂടെ കടന്നു വരുന്നവരാണ്. അപ്പോൾ ഈ പ്രശ്നത്തിൽ ആരാണോ നന്നായി പെർഫോം ചെയ്യുന്നത് അവർക്ക് മാത്രമായിരിക്കും നല്ല ഒരു രീതിയിൽ റാങ്കിലേക്ക് വരാൻ സാധിക്കുക. ഇനി പലരും പറയുന്നത് കേട്ടു, ഞാൻ തന്നെ കുറച്ച് വീഡിയോസിലൊക്കെ കമൻറ്റ് കണ്ടു, സബ്ജക്റ്റ് അറിഞ്ഞാൽ മാത്രം മതി, നമുക്ക് ഷുവറായിട്ട് HSA നേടാം, ഒരു ആവശ്യമില്ല, ഒരാളുടെയും ഗൈഡൻസിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. ഞാൻ റീസെൻ്റായിട്ട്, അതായത് 2024 ഓഗസ്റ്റിൽ നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ് ഇത്രയും സബ്ജക്റ്റുകളുടെ NCA നോട്ടിഫിക്കേഷൻ്റെ തമിഴ് മീഡിയം, കന്നഡ മീഡിയം, മലയാളം മീഡിയം ഓൺലൈൻ HSA എക്സാംസ് നടന്നിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കേരള PSCയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. അതിനകത്ത് എടുത്തു നോക്കിയാൽ മനസ്സിലാവും എത്ര ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ഇംഗ്ലീഷ് ടേംസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. മാത്സിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ വളരെ റെയറാണ്. 80 ക്വസ്റ്റ്യനിൽ ഒരു 10-15 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസിൽ മാത്രമാണ് ഇംഗ്ലീഷ് ടേംസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇംഗ്ലീഷ് ടേം ഇൻക്ലൂഡ് ചെയ്തതിൽ തന്നെ പലതും നമുക്ക് ഇംഗ്ലീഷ് ടേം ഇല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ടേംസിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ടേം കൂടെ തരും എന്ന ഒരു ഓവർ കോൺഫിഡൻസിൽ HSA പഠിക്കാൻ നിന്നാൽ നമ്മൾ വല്ലാതെ പ്രശ്നത്തിലാവും. അതുകൊണ്ട് തന്നെ HSAക്ക് കൃത്യമായി പഠിക്കണം, അതായത് മലയാളം ടേംസ് അറിഞ്ഞ് തന്നെ പഠിക്കണം. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ പുറകിലും മുന്നിലുമായിട്ട് ഒരുപാട് പേര് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ നൽകേണ്ടത് നിങ്ങൾ തന്നെയാണ്. നമ്മൾ സ്വയം തീരുമാനിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫസ്റ്റ് റാങ്ക് നേടിയ ഒരുപാട് സക്സസ് സ്റ്റോറീസ് അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്കുകളിൽ നേടിയ ഒരുപാട് സക്സസ് സ്റ്റോറീസ് നമ്മുടെ CSIയുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അവരെങ്ങനെ പഠിച്ചത് കൊണ്ടാണ് അവർക്ക് ആ ഒരു റാങ്കിലേക്ക് എത്താൻ സാധിച്ചത് എന്ന് നിങ്ങൾക്ക് അത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മനസ്സിലാകാവുന്നതാണ്.
ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടാവും, എന്താണ് ഫെയിലിയർ ആയി പോയവർ. നമ്മൾ സക്സസ് സ്റ്റോറീസിൻ്റെ പോലെ തന്നെ ഫെയിലിയർ ആയിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്തുകൊണ്ട് ഫെയിലിയർ ആയി എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരിക്കലും ഫെയിലിയർ ആവരുത് എന്നുണ്ടെങ്കിൽ ആ മിസ്റ്റേക്സ് ഒന്നും വരുത്തരുത്. ഇപ്പം HSAയുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാധിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്സ് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പിൻവലിഞ്ഞു പോകുന്നത് തന്നെയാണ്. ഇനി 2021 കേട്ട ഒരുപാട്, ഈവൻ ഞാൻ ചെയ്ത വീഡിയോസിൻ്റെ താഴെ തന്നെ കുറേ പേര് പറഞ്ഞു, പിന്നെ ഇങ്ങനെ പഠിച്ചിട്ടൊന്നും റാങ്ക് നേടാൻ സാധിക്കില്ല, 10 റാങ്ക് നേടിയവർക്ക് മാത്രം, ഫസ്റ്റത്തെ ആദ്യ 10 റാങ്കിൽ വന്നവർക്ക് മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ എന്നുള്ളത്. 2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതിൽ നിന്നും എത്ര പേർക്ക് കേരളത്തിൽ HSA അധ്യാപകരായിട്ട് അപ്പോയിൻമെൻറ്റ് നടന്നു എന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പം അന്ന് തന്നെ ഒരു അപ്പോയിൻമെൻറ്റ് നടക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിരുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ ഏകദേശം 100 റാങ്കിനകത്ത് അപ്പോയിൻമെൻറ്റ് നടന്ന സംസ്ഥാനമാണ് കേരളം. ഓക്കെ, അപ്പോൾ ഈ 2024 മുതൽ 2026 വരെ ഒരുപാട് റിട്ടയർമെൻ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. എങ്കിൽ 2025 26 നിലവിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് എത്രത്തോളം അപ്പോയിൻമെൻറ്റുകൾ നടക്കുമെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. HSA പോലുള്ള ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പഠിച്ചു തുടങ്ങി പെട്ടെന്ന് തന്നെ തീർക്കാൻ സാധിക്കുന്ന ഒരു സിലബസ് അല്ല. അപ്പം അതിന് സമയമെടുത്ത് വളരെ കൃത്യമായിട്ട്, അല്ലേ, നമ്മൾ ഈ ഒരു സൈക്കോളജിയൊക്കെ പഠിക്കുന്ന അധ്യാപകർക്ക് അറിയാം എന്താണ് മീനിങ് ഫുൾ ലേണിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ കൃത്യമായി അർത്ഥം മനസ്സിലാക്കി നമ്മുടെ പണ്ടത്തെ നോളേജിലേക്ക് കൂട്ടിച്ചേർത്ത് വെച്ച് പഠിച്ചാൽ മാത്രമാണ് എപ്പോഴും അത് ശാശ്വതമായി കുറേ നാൾ നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ പഠിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ HSAക്ക് പഠിച്ചു തുടങ്ങുക. കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നുള്ള ആ ഒരു വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള സമയത്ത് തന്നെ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിച്ചാൽ കുറച്ച് റിലാക്സ്ഡായി പഠിക്കാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ വരുന്നു, എക്സാം ഡേറ്റ് വരുന്നു, അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു ഷോർട്ട് നോട്ടീസ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ മാക്സിമം പെർഫോമൻസ് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കാതെ പോകും. അപ്പം അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് കാര്യങ്ങളൊന്നും നടക്കാതിരിക്കാൻ ഈ അറ്റ് ദി ഏർലിയസ്റ്റ് നമ്മൾ പഠിച്ചു തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്കായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ HSAയുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ കഴിഞ്ഞ HSA പരീക്ഷകളിൽ എല്ലാ സബ്ജക്റ്റിലും ഒരുപാട് റാങ്കുകൾ വാരിക്കൂട്ടിയ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന് ഇത്തവണയും ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് കോഴ്സുമായി വരുന്നത്. അപ്പോൾ മറക്കരുത്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ സൈൻ ചെയ്ത് വാങ്ങി ജോയിനിങ് ഡേറ്റ് വരെ നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. ആ ഒരു ഉറപ്പ് മാത്രമാണ് CCയുടെ ഭാഗത്തു നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. അപ്പം ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറക്കരുത്, പഠിച്ച് നേടാൻ സാധിക്കുന്ന ഒരു പരീക്ഷ മാത്രമാണ് HSA എന്നത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയി മുന്നോട്ട് പോവാം. CC എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. താങ്ക്